ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. തൂക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തൂക്കൽ അല്ലേ, അതായത് ഒരു രക്ഷയില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇത്രയും എളുപ്പത്തിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇനി വരാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം നിങ്ങളുടെ മെസ്സേജസും നിങ്ങളുടെ കമൻസും എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. 1 വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ കുഴപ്പിച്ചിട്ടില്ല. കുഴപ്പിക്കാമായിരുന്ന ഒരു ചോദ്യം എന്താ ഇവിടെ കിടക്കുന്നുണ്ട്, അതായത് മണി മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ. പക്ഷെ മണി മൾട്ടിപ്ലയർ ഒക്കെ നമ്മൾ പഠിച്ചിട്ട് പോയതല്ലേ. മണി മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ എന്താ? 1/CRR. ഓക്കെ, മണി മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ട് പോയതാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. 1 വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈസി ആയിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എടുത്ത് നോക്കിയാൽ പബ്ലിക് ഗുഡും പ്രൈവറ്റ് ഗുഡും അല്ല, നോർമൽ ഗുഡും ഇൻഫീരിയർ ഗുഡും ഇക്വലിബ്രിയം പ്രൈസും ഇക്വലിബ്രിയം ഔട്ട്പുട്ടും കാണാൻ മിസ് നിങ്ങളെ പഠിപ്പിച്ചതാണ്. വെള്ളം പോലെ ഞാൻ പഠിപ്പിച്ച് വിട്ടതാണ് അല്ലേ. പിന്നെ 30th ക്വസ്റ്റ്യൻ മേ ബി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഫുൾ ചാപ്റ്റർ ഫുൾ പഠിച്ചവർക്ക് മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുള്ളൂ. പക്ഷേ എനി 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ പിന്നെ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം 0.8 ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ കാണാൻ നമ്മൾ പഠിച്ചതല്ലേ. 1/1 - C 1/1 - 0.8 1/0.2 ചെയ്താൽ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ കിട്ടി. BOPയും BOTയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ടിട്ടില്ല. നമ്മൾക്ക് വിടേണ്ട ആവശ്യം വന്നിട്ടില്ല, എല്ലാം നമ്മൾ എഴുതി. ഇനി ഇവിടെ 4 എഴുതിയാൽ മതി. സെൻട്രൽ പ്രോബ്ലംസ് എഴുതാം, ഷോർട്ട് ടേണിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എഴുതാം, ദെൻ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എഴുതാം, സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ എഴുതാം, പബ്ലിക് ഗുഡ് എഴുതാം. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഏത് 4 എഴുതണ്ടേന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് പിള്ളേർ എൻ്റെ അടുത്ത് പറയാണ്. അതും എഴുതി ഓർ ക്വസ്റ്റ്യനും കൂടി എഴുതി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. കാരണം അത്ര ഈസി ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി ഇവിടെ ഏതെങ്കിലും 4 എഴുതിയാൽ മതി. അപ്പോൾ അതിൽ നമുക്ക് ലോങ് റൺ AVCയും LRACയും LRMCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ്, പ്രൈസ് സീലിംഗ്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഡിമാൻഡും സപ്ലൈയും. അപ്പോൾ ഇതിലേതെങ്കിലും 4 എഴുതിയാൽ മതി. ദെൻ പിന്നെ ഇവിടെയും ഏതെങ്കിലും 4 എഴുതിയാൽ മതി. അപ്പോൾ അത് നമുക്ക് എഴുതാൻ പറ്റും. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും പ്രൈസ് ഇലാസ്റ്റിക് ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്, റിസർവ് ബാങ്കിൻ്റെ പോളിസി ടൂൾസ്, ദെൻ ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ കമ്പോണൻസ്. നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് കണ്ടവരാണെങ്കിൽ 29th ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓട്ടോണോമസ് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിരുന്നു. ഓട്ടോണോമസ് ചേഞ്ച് വന്നാൽ എന്താ പറ്റുക? ഡിമാൻഡ് കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ആകും, ഇക്വിലിബ്രിയം ഇൻകം കൂടും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ആവുന്നുള്ളൂ. സോ അവിടെയും ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സായില്ല. 8 മാർക്കിന് മിസ്സാവാനേ ഇല്ലല്ലോ. 8 മാർക്കിൻ്റെ ചോദിച്ചിരിക്കുന്ന ബഡ്ജറ്റ് ലൈന്, ദെൻ TC TFC TVC, നാഷണൽ ഇൻകത്തിന് 3 മെത്തേഡ്. ഇവിടെ ബി ക്വസ്റ്റ്യനും കൂടി വരയ്ക്കാനും കൂടി പറഞ്ഞിട്ടുണ്ട്, അത് മറക്കരുതേ. അപ്പോൾ ഇതിൽ 2 എഴുതിയാൽ മതി, വേണമെങ്കിൽ 3 എഴുതി വെക്കുക അല്ലേ. സോ 80 out of 80 വാങ്ങിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇത്രയും എളുപ്പത്തിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ അടുത്തങ്ങ് വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ എഴുതിയ എക്സാമുകളിൽ അല്ലേ. ബിസിനസ് സ്റ്റഡീസ് ചെറുതായിട്ടും നമ്മളെ കുഴപ്പിച്ചിരുന്നു. ബട്ട് എക്കണോമിക്സ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചവർക്ക് പോലും A+ വാങ്ങിക്കാൻ പറ്റുന്ന, നമ്മുടെ വീഡിയോസ് കണ്ട് ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചവർക്ക് പോലും A+ വാങ്ങിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഐ എം സോ ഹാപ്പി. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.